കയ്യാങ്കളിയിലേക്ക് പോലും സംഘർഷം പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ശബരിനാഥനും ചെമ്പഴന്തിയുടെയും തമ്മിൽ കയ്യാങ്കളിയാണ്. രജിസ്റ്ററിൽ ഒപ്പിടാൻ UDF അംഗങ്ങൾ ശ്രമിക്കുമ്പോൾ രജിസ്റ്റർ കീറാനുള്ള ശ്രമമടക്കം അവിടെ നടക്കുന്നു. UDF BJP സംഘർഷമാണ് നടക്കുന്നത്. ഒപ്പിടണം എന്നുറപ്പിച്ചുകൊണ്ട് UDF അംഗങ്ങൾ മുന്നേറുമ്പോൾ ഒപ്പിടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ കീറാനുള്ള ശ്രമമാണ് BJP നേതാക്കളുടെ ഭാഗത്ത് നടക്കുന്നത്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നടക്കുന്നു. തുടക്കം മുതലേ വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി മുന്നിലുണ്ടായിരുന്നു. സുഗതനെ അടക്കം പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. BJPയുടെ ഗുണ്ടായിസം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ UDF കൗൺസിലർമാർ പ്രതിഷേധിക്കുന്നത്. അറ്റൻഡന്റ് രജിസ്റ്ററിനായിട്ടുള്ള പിടിവലിയായിരുന്നു അല്പസമയം മുമ്പ് പ്രേക്ഷകർ കണ്ടത്. ആ പിടിവലിയാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക്, വലിയ പ്രതിഷേധത്തിലേക്ക്, കയ്യാങ്കളിയിലേക്ക് അടക്കം എത്തിച്ചത്. നഗരസഭയിൽ വലിയ സംഘർഷം. ഇവിടെ UDFന്റെ കൗൺസിലർമാർ മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടുകയായിരുന്നു. വനിതകളടക്കമുള്ള കൗൺസിലർ മിനിറ്റ്സ് ബുക്ക് ഒപ്പിടുമ്പോൾ ചെമ്പഴന്തി ഉദയൻ എന്ന് പറഞ്ഞ ആഭാസിയായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വനിതാ കൗൺസിലർമാരെ പിച്ച് ചിന്തുകയും കൗൺസിലർമാരെ അടിക്കുകയാണ്. കാരണം നമ്മുടെ വനിതകളെ അടിക്കാൻ അവകാശം ആരും കൊടുത്തിട്ടില്ല. നമ്മളാരും ഒന്നും പോയിട്ടില്ല. അവനൊക്കൊന്നും മേയാനുള്ളതല്ല, അവനൊക്കെ ആരാകുന്ന മേയാനുള്ള ഇവിടുത്തെ കൗൺസിലർമാരെ, നമ്മുടെ ചേച്ചിമാര് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിദ്യാഭ്യാസം കോൺഗ്രസിന്റെ UDFിന്റെ വനിതകളെ അറ്റാക്ക് ചെയ്തേക്കാണ്. വിദ്യാഭ്യാസ കമ്മിറ്റി എന്ത് വിദ്യാഭ്യാസമാണ്? വിദ്യാഭ്യാസത്തിനാണ് സ്ത്രീകൾക്ക് അടിക്കുകയാണ് അവിടെ വിദ്യാഭ്യാസ കമ്മിറ്റി. അവരുടെ നോക്കാൻ വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി നമ്മുടെ പെൺകുട്ടികളാണ് സ്ത്രീകളെയാണ് അടിക്കുന്നത്. അങ്ങനെ നോക്കി നമ്മളിവിടെ പറ്റത്തില്ല. എന്നെ അടിച്ച് നിങ്ങൾ കണ്ടതല്ലേ? അറ്റൻഡൻസ് രജിസ്റ്റർ മനഃപൂർവ്വം അറ്റൻഡൻസ് രജിസ്റ്റർ ഇവർ മനഃപൂർവ്വം നമ്മൾ ഒപ്പിട്ടപ്പോൾ നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്റർ കയ്യിലെടുത്തു. ഇന്നത്തെ ഷോ മൊത്തം കാണിച്ച അറ്റൻഡൻസ് രജിസ്റ്റർ റെഡിയാണ്. പിന്നെ UDF കൗൺസിലർമാർ അടിക്കുകയാണ്. ആ ചോദിക്കുന്നത് എന്റെ ജനത്തിന് കേട്ടാ തലക്കേറ്റ താമസമുണ്ടോ? നമ്മൾ ഒപ്പിട്ട് കൊടുത്താൽ പോലെ ഇവിടെ ഉണ്ടായിരുന്നു. BJP കൗൺസിലർമാര് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരും വന്ന് ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ബലാത്കാരമായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി. ഞങ്ങളെ ഞാൻ ചോദിക്കട്ടെ, കൗൺസിൽ കൂടി കഴിഞ്ഞാൽ അതിൽ ആ അറ്റൻഡൻസ് ബുക്കിൽ കൗൺസിലർമാർ ഒപ്പിടുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് BJPയുടെ മേയർ ശ്രീ VV രാജേഷ് ഇവിടെ വ്യക്തമാക്കണം. അത് വ്യക്തമാക്കിയതിനു ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്താൽ മതി. ഒരാൾ പോലും അതിൽ ഒപ്പിട്ടിട്ടില്ല. ഒരാൾ പോലും ഒപ്പിടാത്ത തരത്തിൽ വളരെ നിഗൂഢമായി അവർ തീരുമാനിച്ച് ചർച്ച ചെയ്ത് വന്നതാണ്. വന്നിരുന്ന ഉടനെ കൗൺസിൽ കൂടി 400ഓളം വിഷയങ്ങൾ ഉള്ളപ്പോൾ ആ അജണ്ട ചർച്ച ചെയ്യാതെ പാസ്സാക്കി ഞങ്ങളെ ഒപ്പിടാൻ സമ്മതിച്ചിട്ടില്ല.
വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. BJP കൗൺസിലർ ചെമ്പഴന്തി ഉദയനെതിരെയാണ് ഇപ്പോൾ UDF പ്രതിഷേധിക്കുന്നത്. വനിതാംഗങ്ങളെ അടക്കം കയ്യേറ്റം ചെയ്തെന്നുള്ള പരാതി പറയുന്നു. മിനിറ്റ്സ് പിടിച്ചുവാങ്ങാൻ ശ്രമിച്ചെന്നാണ് പരാതി പറയുന്നത്. ഇന്ന് ഒപ്പിട്ടില്ലെങ്കിൽ അത് വലിയ തരത്തിൽ സുഗതന് കുരുക്കാകും എന്ന തരത്തിൽ സംസാരിക്കും. തുടർച്ചയായി 2 യോഗങ്ങളിൽ സുഗതൻ ഹാജരാകാത്ത സ്ഥിതിയാകും. അതൊഴിവാക്കാനാണ് ഹാജർ ബുക്ക് പിടിച്ചുവാങ്ങി എന്നാണ് UDF ഇപ്പോൾ ആരോപിക്കുന്നത്. വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷിയായത്. മിനിറ്റ്സ് ബുക്കുമായി ബന്ധപ്പെട്ടുള്ള പിടിവലിയാണ് നടന്നത്. ഈ വാർത്തയിലേക്ക് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.